എറണാകുളത്ത് അനധികൃത മത്സ്യബന്ധനത്തിൽ നടപടി. പള്ളിപ്പുറം സ്വദേശിയുടെ തരകൻ എന്ന ബോട്ട് വൈപ്പിൻ ഫിഷറി സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ പിടികൂടി. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് തുക സർക്കാരിൽ അടച്ചു. രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കാത്തതിനാലും തൊഴിലാളികൾക്ക് ആധാർ കാർഡ് കൈവശമില്ലാത്തതിനാലും 2,81,000 രൂപ പിഴയും ചുമത്തി. നിതിൻ സേവ്യർ ചേരുന്നു. നിതിൻ, ഇതെന്താണ് നടപടി? അനധികൃത മത്സ്യബന്ധന രീതിയായ കരവലി നടത്തിയതിനാണ് ട്രോൾ ബോട്ടിനെതിരെ നടപടിയുമായി ഇപ്പോൾ വൈപ്പിൻ ഫിഷറി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുള്ളത്. പള്ളിപ്പുറം സ്വദേശിയായ ശ്രീപ്രിയ രാജിന്റെ ഉടമസ്ഥയിലുള്ള തരകൻ 2 എന്ന ട്രോൾ ബോട്ടിനെയാണ് എറണാകുളം തീരത്ത് നിന്ന് 2.3 നോട്ടിക്കൽ മൈൽ അകലെ വെച്ച് ഇന്ന് പുലർച്ചെ മറൈൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുന്നത്. ബോട്ടിലുണ്ടായിരുന്ന മത്സ്യം പൊതുലേലം ചെയ്ത് തുക സർക്കാരിലേക്ക് ഒടുക്കിയിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിച്ച് എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കരവലി നടത്തിയതിനും ഒപ്പം ആവശ്യമായ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ സൂക്ഷിക്കാത്തതിനും ബോട്ടിലെ തൊഴിലാളികൾക്ക് കൈവശം ആധാർ കാർഡ് ഇല്ലാത്തതിനും 2,81,000 രൂപ പിഴ ശിക്ഷയും വിധിച്ചിട്ടുണ്ട്.